ഡോക്ടർ, എന്റെ അഭിയേട്ടന് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് ആളെ തിരിച്ചു കിട്ടിയത്. അതിന് ദൈവത്തിന് നന്ദി പറയണം കുട്ടി. ഇഞ്ചുറി ലങ്സിലേക്ക് കടക്കാഞ്ഞത് ഭാഗ്യം. പിന്നെ കൃത്യസമയത്ത് പുള്ളിയുടെ ബ്രദർ അശോകൻ ആളെവിടെ എത്തിച്ചല്ലോ. ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകോ മറ്റോ വേണോ ഡോക്ടർ? ഏയ്, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിന്റെ മാക്സിമം ഫെസിലിറ്റി ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ ഈ കണ്ടീഷനിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാ അതൊട്ടും അഡ്വൈസബിൾ അല്ല. ഡോക്ടർ, എനിക്ക് എന്റെ അഭിയേട്ടൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ജീവനോട് തിരിച്ചു തരണം. നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, I'll do my level best. പിന്നെ കുട്ടിയുടെ പ്രാർത്ഥന. ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഭാര്യ ചങ്ക് പൊട്ടി വിളിച്ച ഏത് ദൈവ കുട്ടി കേൾക്കാത്തത്? ധൈര്യമായിട്ട് പൊയ്ക്കോ. അരുതാത്തതൊന്നും സംഭവിക്കില്ല. അഭിമന്യുവിനെ ജീവനോടെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റും. പൊയ്ക്കോളൂ. ഏടത്തി ഇവിടെ ഇരിക്കണമെന്നില്ല. വീട്ടിൽ പോയിക്കോ. ഇവിടെ ഞാനുണ്ടാവും. ഞാൻ എങ്ങോട്ടും ഇല്ല. ഏട്ടനെ കണ്ടില്ലേ? സമാധാനായില്ലേ? പിന്നെന്താ? പോയിക്കോ. വെറുതെ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അഭിയേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നുമില്ല. ഇങ്ങനെ കുട്ടികളെ പോലെ വാശി കാണിക്കലേടത്തി. ഇവിടെ ഒറ്റ ബൈസ്റ്റാൻഡർ മാത്രമേ അനുവദിക്കൂ. ഇപ്പൊ തന്നെ 2-3 തവണ നഴ്സ് വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇരുന്നോളാം ഇവിടെ. അത് വേണ്ട ഏടത്തി. രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാ ഏടത്തി കൊണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ പുറത്തെവിടെയെങ്കിലും. എന്തിനാ ഏടത്തി? അതിനൊന്നും ആവശ്യമില്ല. ഏടത്തി പോയിട്ട് നാളെ വന്നാ മതി. ഈ പ്രാർത്ഥന ഒന്നും മാത്രം മതി ഏട്ടൻ വേഗം സുഖപ്പെടാൻ. എന്നാലും അശോക, വീട്ടിൽ ചെന്ന് എനിക്കൊരു മനസമാധാനം കിട്ടില്ല. സമാധാനിക്കണം. സമാധാനിച്ചേ പറ്റൂ. വേറെ വഴിയില്ലെടുത്തേ. ഒന്നും വിഷമിക്കണ്ട. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ എന്റെ ഏട്ടനെ നോക്കിക്കോളാം. ജീവൻ കൊടുത്തും ഞാൻ എന്റെ ഏട്ടനെ തിരിച്ചുകൊണ്ടുവരും. എന്നിട്ട് അഭിമന്യുമായിട്ട്, എന്റെ ശത്രു ആ പഴയ അഭിമന്യുമായിട്ട് ഏടത്തേക്ക് ഞാൻ തിരിച്ചു തരും. വാക്ക്. അശോകനെ ഏടത്തേക്ക് വിശ്വസിക്കാം. ഭർത്താവിന്റെ അനിയനായിട്ടല്ല, സ്വന്തം കൂടപ്പറപ്പായിട്ട്. പോയിക്കോ. നേരെ ഒരുപാട് വൈകും മുമ്പ് വീട്ടിലെത്ത്. ആ ശർമ്മലക്കും സൗദാമിനിക്കും സംശയം തോന്നാതിരിക്കട്ടെ. അശോക, പൊയ്ക്കോന്നേ. ഞാനല്ലേ പറയുന്നത്. ഏടത്തിൽ ധൈര്യമായിട്ട് പോയിക്കോ. എന്റെ ജീവൻ
ഞാൻ അശോകനെ ഏൽപ്പിച്ചിട്ട് പോവാ. പോട്ടെ. ചെല്ല. എന്തിനാ ദേവി എന്നോട് ഈ പരീക്ഷണം? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അറിഞ്ഞുകൊണ്ട് ഇന്നോളം ഒരു ഉറുമ്പിനെ പോലെ നോവിച്ചിട്ടില്ല. അക്ഷരം നാവൽ കുറിക്കും മുമ്പ് അമ്മ പറഞ്ഞു തന്നത് നിന്റെ നാമോ? ഊണിലും ഉറക്കത്തിലും അത് മാത്രം ജപിച്ചാ ജീവിച്ചത്. ആ എന്നോട് എന്താ നീ ഇങ്ങനെ? എന്റെ അഭയേട്ടനെ രക്ഷിക്കണം. ജീവനോടെ എനിക്ക് തിരിച്ചു തരണം. ഇനി എന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിൽ കൂടി എന്റെ അഭയേട്ടന്റെ ജീവന് വേണ്ടി നിന്റെ നടയിൽ കർപ്പൂരാർച്ചന നടത്താൻ പോവാ. ദുരിതങ്ങൾ ഒരുപാട് വരുമ്പോ ആരോരും അറിയാതെ എന്റെ അമ്മ ചെയ്യുന്നതാ. അത്ര വിശ്വാസം നിന്നെ. ആ വിശ്വാസം എനിക്കുമുണ്ട്. ഇനി ഇങ്ങനൊരു ആവശ്യമായി ഞാൻ നിന്റെ മുന്നിലേക്ക് വരില്ല. എനിക്ക് എന്റെ അഭയേട്ടനെ തിരിച്ചതാ. അമ്മേ ദേവി, ഇഷ്ടവരതായിനി എന്റെ കണ്ണീര് നീ കാണുന്നില്ലേ? മോളെ, ആർക്കു വേണ്ടിയാ ഈ കഠിന നേർച്ച? ഭർത്താവിന് വേണ്ടിയാ? സാധിക്കും. നിന്റെ പ്രാർത്ഥനകളെല്ലാം സാധിക്കും.
അകത്തിരിക്കുന്നത് കല്ലല്ല, കരുണയുള്ള മനസ്സാ. നൊന്ത് വിളിച്ചാൽ അമ്മ വിളി കേൾക്കും. വിളിപ്പുറത്തോടി എത്തുകയും ചെയ്യും. എവിടെ നോക്കട്ടെ. ഈ പൊള്ളല് നിന്റെ ഉള്ളം കൈയിലല്ല, ദേവിയുടെ ഹൃദയത്തിലാ വീണിരിക്കുന്നത്. കരയുന്ന പെണ്ണിന്റെ കണ്ണുനീര് ആ മനസ്സിനെ കടലാക്കും. തിരയൊടുങ്ങാത്ത കടല്. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. നിന്റെ താലി അമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണ്. അമ്മ ഏതാ? അമ്മ ഇവിടെ അടുത്തുള്ളൊരമ്മ. നാത്തുനെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പെർഫോമൻസ് തകർത്ത് വാരിയേക്കണം. അത് ഞാൻ ഏറ്റു. നാത്തുമ്മ ആരുമില്ല, തുടങ്ങിക്കോ നാത്തുനെ. അയ്യോ മോനെ, അമ്മയുടെ പൊന്നു മോനെ. അയ്യോ, എന്നാലും നിനക്ക് ഈ ഗതി വന്നല്ലോടാ. എന്താ? എനിക്ക് എന്റെ പൊന്നു മോനെ ഒന്ന് കാണണം സിസ്റ്ററെ. എന്റെ കുഞ്ഞിനോട് ആരാ ഈ ചതി ചെയ്തത്? അതെ, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്കിയേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സിസ്റ്ററെ. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. ആരെ അകത്തോട്ട് കയറ്റിവിടാൻ പാടില്ലെന്നാ. ഇത് വാർഡൊന്നും അല്ല, ICU ആ. അത് വെന്റിലേറ്റർ. ഇവിടെ ആരെയും നിർത്താൻ പോലും പാടില്ലാത്തതാ. അയ്യോ, അങ്ങനെ പറയൂ സിസ്റ്റർ. പെറ്റ തള്ളയാ, പെറ്റ തള്ള. ഒന്ന് കേറി നോക്കട്ടെ. എന്താ ഇവിടെ? ഓ, നിങ്ങളായിരുന്നു. ഇതെപ്പോ വന്നു? ഞാൻ പ്രതീക്ഷിച്ചു ഈ വരവും പ്രകടനമൊക്കെ. അമ്മയാണെന്ന് പറയുന്നു. ഇവരങ്ങനെ പലതും പറയും. സിസ്റ്റർ അതൊന്നും കാര്യാക്കണ്ട, പോയിക്കോ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇവിടെ ഒച്ചയും ബഹളമൊന്നും പാടില്ല, അത്രേ ഉള്ളൂ. എന്താ കരയുന്നില്ലേ? അതോ കണ്ണീരിന്റെ സ്റ്റോക്ക് തീർന്നോ? ഒരു കാര്യം ചെയ്യാം, അച്ഛൻ കോവിൽ ആറ്റിന്ന് 10 ലിറ്റർ വെള്ളം അടിച്ചങ്ങ് തരട്ടെ. നിനക്കെന്താടാ ഇവിടെ കാര്യം? കളപ്പുരക്കിലെ അഭിമന്യുവിനെ നോക്കാൻ കളപ്പുരക്കിലെ ശർമ്മള എവിടെയുണ്ട്? പോരാത്തതിന് അവന്റെ അപ്പച്ചി. കൈ നിവർത്തി ഒരെണ്ണം വച്ചെന്നാണല്ലോ, തടിച്ച് 10 മലക്കം മറിഞ്ഞ് റോഡിൽ പോയി കിടക്കും. അശോകനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കല്ലേ. എന്താ ഈ പുതിയ പൂതന വേഷത്തിന്റെ ഉദ്ദേശം? അകത്ത് കയറി എന്റെ അഭിയേട്ടന്റെ കഴുത്ത് ഞരിച്ച് കൊല്ലാനോ? അതോ അർദ്ധബോധമുണ്ടെങ്കിൽ നാടകം കളിച്ച് ഗുഡ് ബുക്കിൽ കയറി പറ്റി
നിരപരാധി പട്ടം വാങ്ങാനോ? എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? അശോക, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇന്ന് വാ തുറന്ന ഈ കിടക്കുന്ന കസരെടുത്ത് വായ കുത്തിക്കറ്റിക്കളയും. അയ്യോ, എന്റെ കൺമുമ്പ് കണ്ടുപോരുന്നത് രണ്ടിനെ പൊക്കോണം എങ്ങോട്ടാ വെച്ചാ. അശോക, ഇത് തീക്കളിയാ. അതെ, തീക്കളിയാ. സർവ്വതും ചുട്ട് ചാമ്പലാക്കിയിട്ട് അശോകനോടൊന്ന് പോവൂ. കാണണോ? വാ നാഥനെ, നമുക്ക് പോകാം. ശിവനെ മുഴുവട്ട. സൗദാമിനി, പോ. വാ നാഥനെ, നമുക്ക് പോകാം. ദാ, നീ ഒന്ന് നിന്നേ. എന്താ ചേച്ചി? ആരോടും ഒന്നും പറയാതെ നീ അയാളുടെ കൂടെ എവിടെ പോയതാ? എന്താ ചോദിച്ച കേട്ടില്ലേ? ആ, അത് ഞാനൊന്ന് ടൗൺ വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് അശോകൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞപ്പോ. ഇപ്പൊ എവിടുന്ന് പൊട്ടിമുളച്ചു പെട്ടെന്ന് ഈ അശോകൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സംയുക്തെ. അഭിയേട്ടനെ കൊല്ലം നടന്നവനെ ഈ അശോകൻ. അവനും നീയുമായിട്ട് എന്താ ഇടപാട്? അവൻ എന്തിനാ ഇവിടെ കയറി അധികാരം സ്ഥാപിച്ച് കഴിയുന്നേ? ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? അഭിയേട്ടൻ എവിടെ പോയി? സംയുക്ത, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാൻ ചേച്ചി സമ്മതിച്ചിട്ട് വേണ്ടേ? ചോദ്യങ്ങൾ നിർത്താതെ ചോദിച്ചോണ്ടിരിക്കല്ലേ? പിന്നെ ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് കാണുമ്പോ? അഭിയേട്ടൻ കൊച്ചിക്ക് ബിസിനസ് ടൂർ പോയി. അശോകൻ ഈ വീട്ടിൽ അധികാരം ഉള്ളതുകൊണ്ട് അയാൾ ഈ വീട്ടിൽ കയറി താമസിക്കുക. എനിക്ക് പുറത്തു പോകേണ്ട അത്യാവശ്യം വന്നപ്പോ ഞാൻ അയാളുടെ കൂടെ പോയി. അയാളെ തിരികെ വരാൻ താമസിച്ചപ്പോ ഒരു ഓട്ടോ എടുത്തു വന്നു. ഇതിൽ കൂടുതൽ എന്താ ഇവിടെ സംഭവിച്ചത്? ശരി, സമ്മതിച്ചു. അപ്പൊ പിന്നെ ആരോടും പറയാതെ അമ്മയും അപ്പച്ചി എങ്ങോട്ടാ പോയത്? എനിക്ക് എന്റെ കാര്യല്ലേ പറയാൻ പറ്റൂ ചേച്ചി. ഓ, അങ്ങനെ 10 ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോ ഞാൻ അന്യായില്ലേ? എല്ലാവരും എന്റെ മുന്നിൽ നാടകം കളിക്കാൻ തുടങ്ങി. ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സംശയം എന്താ? എന്നാ പിന്നെ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. മറ്റുള്ളവരുടെ വിശ്വാസത്തെ തിരുത്താൻ നമുക്ക് അധികാരമില്ലല്ലോ. സംയുക്തേ, നിക്കടി. ഞാൻ എന്നു മുതലാ നിനക്ക് മറ്റുള്ളവരായത്? വെറുതെ വാക്കി കയറി പിടിച്ച് കലഹിക്കാൻ നിക്കല്ലേ. ചേച്ചിക്ക് എന്നെയും എനിക്ക് ചേച്ചിയെ അറിയാം. ആകാശവും ഭൂമിയും കടലെടുത്ത് പോയാലും പരസ്പരം ചതിക്കില്ലെന്നും അറിയാം. പിന്നെ എന്തിനാ ചേച്ചി?
സത്തു ഇങ്ങ് വാ പറയട്ടെ. വാ, എന്താ ഹർഷേട്ടാ? നീ ഇരിക്കെ, ഞാൻ പറയാം. ഹർഷേട്ടൻ കാര്യം പറ. പറയാനല്ല, പിന്നെ ഇങ്ങ് അടുത്തു വാ, ഞാനൊരു രഹസ്യം പറയാം. എന്താ ഹർഷേട്ടാ? ഇവിടെ ഇരിക്കെ. ഞാനേ ഒരു പുസ്തകം എഴുതാൻ പോവാ, ഒരു യാത്രാ വിവരണം. ഏ ആ, എന്റെ മധുവിധു യാത്രകൾ. ടൈറ്റിൽ കൊള്ളാവോ? ആ, നമ്മുടെ കഴിഞ്ഞ 10 ദിവസത്തെ ഹണിമൂൺ ട്രിപ്പാ സബ്ജക്ട്. പൊട്ടനാണെന്ന് കെട്ടുന്നതിന് മുമ്പേ മനസ്സിലായി. വട്ടം ഉണ്ടെന്ന് ഇപ്പോഴാ പിടികിട്ടിയത്. എഴുത്തുകാരനാവുന്നത് വട്ടായിട്ടാണോ? ചെക്കനിപ്പൊ അറിയാൻ വയ്യാത്ത പണിക്കൊന്നും പോവണ്ട. നമ്മുടെ ബിസിനസ് മര്യാദയ്ക്ക് നോക്കി നടത്താൻ നോക്ക്. എഴുത്തൊക്കെ വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലേ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ആർക്കും എഴുതാം, ഭാവന ഉണ്ടായാ മതി. നമുക്കില്ലാത്തതും അതാണല്ലോ. സപ്തതി,